മൈൻഡിൽ വന്നത് ഇതിപ്പോൾ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻ്റ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയേനെ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയേനെ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, ഇത്രയും അടിപൊളിയാണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. നമ്മളൊരു ക്യാമ്പില് 2 പോലീസുകാരെ എടുത്താൽ അവരുടെ ഐഡിയോളജീസ് വ്യത്യാസമായിരിക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരിക്കും, ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷെ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു ലാത്തി ചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആദിവാസി സമരം അടിച്ചമർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേര് പോയാൽ അതിലൊരു 60 പേർക്കും അറിയായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഈ നരിവേട്ടയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവന്റ്സ്, ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ, അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസുകാരൻ്റെ ഇമോഷൻസിനെയാണോ ഈ പടം ഹൈലൈറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇപ്പോഴത്തെ നമ്മളെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഒരു കൊറോണയുടെ സമയമാണെന്ന് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പോൾ കൊറോണ വരുമോ എന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ, അങ്ങനെ പേടിച്ച പോലീസുകാരും ഉണ്ടായിരിക്കില്ലേ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അവര് അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്തും അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ അവര് പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും.